ഓടങ്ങോടും കാലം 10-40 നാളോട്ടം, കാറ്റ് മെല്ലെ മാറിപ്പോയാൽ പായ പിന്നെ മാറ്റം. അഹരവിളക്കാറ്റ് അത് വീശിപ്പോയാൽ തോറ്റ്, അഹരവിളക്കാറ്റ് അത് വീശിപ്പോയാൽ തോറ്റ്, ഇടങ്ങേറതേതും കൂടിടാഞ്ഞാൽ വേളാപുരത്താറ്റ്. വേളാപുരത്താറ്റെന്നില്ല, ഞങ്ങളെവിടെയുള്ള വേളാപുരത്താറ്റ്. പണ്ട് ഓടും കൂടേണ്ട കാലത്ത് ഫാറൂഖ് രംഗത്ത് വരാത്തൊരു എഴുത്തുകാരന്റെ പാട്ടാണ്. രംഗത്ത് മാത്രമല്ല, വേറെ പ്രത്യേകമൊന്നുമില്ല, പേപ്പറിൽ എഴുതാത്തതും കൂടിയാണ്. അത് അയാളെ മൈൻഡിൽ വഹിക്കേണ്ടതാണ്. ആദ്യത്തെ അങ്ങനെയാണ് കൂടുതലും ഉള്ളത്. പക്ഷെ തട്ടായിക്കാടില്ല, തട്ടായിക്കാട് എന്ന വീട്ടിലാണ് ഫാറൂഖിന്റെ ഇപ്പൊ വേറെ പാട്ടെന്ന് പറഞ്ഞ പാരഡി ഉണ്ട്. ഹലാക്കിന്റെ അവലും കഞ്ഞി പരുവത്തിലിരിക്കണ സമയത്ത് നാമൊക്കൊരു കിനാവ് കണ്ട്, അന്നേരം വലയുമെടുത്തോണ്ടോടി കുളിപ്പൂത്തക്ക്. മുട്ടമെല്ലെ തട്ടി മാറ്റി കിട്ടിയ ജല്ലി വാരിക്കൂട്ടി, ഭാര്യ ജല്ലി ഷാക്കിലാക്കിട്ടമ്പോയിൽ കയറ്റി, ഒടുവിൽ ശിഹാബിനെ വിളിച്ചത് വസൂലുമാക്കി. അതൊരു ജല്ലി വാരം കൊണ്ടൊരു കഥയാണ്. ലക്ഷദ്വീപിലെ പാട്ടെഴുത്തുകാരുടെ വലിയ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അവർക്ക് ട്യൂൺ ചെയ്ത് കൊടുക്കാനുള്ള സംഗീത സംവിധായകന്മാരിവിടെ ഇല്ല എന്നുള്ളതാണ്. അത് ഫാറൂഖിനെ കാരണം ഫാറൂഖ് തീരെ ഇല്ലാത്തവര് അവനൊക്കെ 4 വരി പാട്ട് കിട്ടുന്നത് പാടിയതുകൊണ്ട് മാത്രമാണോ നമുക്ക് ഫാറൂഖ് എന്ന് പറയുന്ന കലാകാരൻ ആൾക്കാർക്ക് അറിയുന്നത്. അപ്പൊ അതുപോലുള്ള ഒരുപാട് പാട്ടുകൾ ദ്വീപിലുണ്ടാവും. അപ്പൊ ഈ ഫാറൂഖിന് വേറൊരു പാട്ടും കൂടി, ഫാറൂഖിനെ വേറെ ഇപ്പൊ പാരഡി തന്നെയാണ് കൂടുതലും. ക്വായ്ക്കാനേ വിശരുതിപ്പ ചാട്ടം ഇതു തെക്കേ ഇല്ലേ, ബല പോയി പാറേ വീണാൽ നാക്കാകിത്തിയെടുപ്പം, ബല പോയി പാറേ വീണാൽ നാക്കാകിത്തിയെടുപ്പം. ഭീഷുണ്ട ബലയെടുത്ത് മീങ്ങിടുവാൻ കൊട്ടേം കെട്ടി, ബഹുജോറിൽ പാഞ്ഞു വരുന്നു ആറ്റേക്കാ, ഇത് നമ്മാമേ ആറ്റേക്കാ. അതെല്ലാം പാരഡിയാണ്. ലക്ഷദ്വീപിലെ എല്ലാ പാട്ടെഴുത്തുകാരും ഏതെങ്കിലും പാട്ടിനെ പാരഡിക്ക് തന്നെയാണ് പാട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാറൂഖ് ഉള്ളതുണ്ട്. അപ്പൊ നിങ്ങൾ മിണ്ടിനോട് സീതിക്കോ പാട്ട് നാട് ആ പാട്ട് മിണ്ടിനോട് സീതിക്കോ പാട്ട്. ഇപ്പൊ അത് പുള്ളിപ്പുള്ളി മൊഞ്ചം പൂച്ചേ കള്ളിക്കള്ളി മീൻ തരുവാം, മേലവായി കന്നാ കൂടവാ നന്ന മൊഞ്ചത്തി നീ, മേലവായി കന്നാ കൂടവാ. ഫാരം കുറഞ്ഞ് ഫതം പറ്റും നേരം കുറുസില വീശിത്തരുവാം, കൂട്ടം കൂട്ടം കുറുസില വീശിത്തരുവാം, നന്ന മൊഞ്ചത്തിക്ക് കുറുസില വീശിത്തരുവാം. ഇതാരും ശ്രദ്ധിക്കാതെ പോയൊരു പാട്ടാണ് ഇത്. അയാളെ നമ്മ ഒരുപാട് ഈ ചെറിയ പ്രദേശത്ത് ലക്ഷദ്വീപിൽ നിന്ന് വളരെ 60,000 ജനസംഖ്യയുള്ള ചെറിയ പ്രദേശത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്. പല ആൾക്കാരും മെയിൻ സ്ട്രീമിലേക്ക് വന്നാൽ വേറെ പുതിയ ആൾക്കാരെ പാട്ടുകളുണ്ട്. പുതിയ ആൾക്കാരെ പിന്നെ അങ്ങനെ പാരഡി നാടകമായിട്ടില്ല. പിന്നെ വേറെ പിന്നെ സൂഫിസത്തുള്ള പാട്ടിലാണ്. ഇപ്പം സൂഫി ഗാനത്ത് തിളങ്ങി നിൽക്കുന്നതാണ് ലെറാ റമിനി എന്ന് പറയുന്നത്. ലെറാ റമിനിയെ കുറിച്ചൊരു സാധനം, ഒരു ആഗ്രഹമായിരുന്നു ഒരു സാധനം ചെയ്യാൻ വേണ്ടി. അമീനിയെ കുറിച്ച് അത് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാണ്. അതൊരു സൂഫി സാധനം പോലെയാണ് പുള്ളിയുടെ ഇത് വെച്ചോണ്ട്. ദ്വീപിൻ്റെ രാക്കുയിൽ പാടി പാടി പറക്കുമ്പോൾ സൂഫി സ്വരങ്ങളോ ഹിഷ്കിൻ രാഗങ്ങൾ തീർക്കുന്നു. ആത്മലഹരി ലിറാറമീനി പാടിയിടുമ്പോൾ കൽബിൻ്റെ വീണയിൽ ഇഷ്കിൻ തേൻ മഴ പെയ്യുന്നു.
മഹിമകളേറും തൗഹീദിലാണ്ട മുഹിബ്ബിനാൽ മോഹനഗാനങ്ങളേറെ പാടിപ്പുകൈത്തിയോർ. അയാൾ ഹിറ്റായിരിക്കണെന്ന് പറയാം. ഭ്രാന്തായിരുന്നു. ഭ്രാന്തായാലെന്ത് സുഖമെന്നുള്ളൊരു പാട്ടിനാൽ മാലോകരെയെല്ലാം ഷൗക്കിൽ ആനന്ദം ഊട്ടിയോർ. അപ്പൊ വെറാറമ്മീനെ കുറിച്ചുള്ള ആദ്യമായിട്ടുള്ള ഒരു പാട്ടാണ് വരുന്നത്. ഈ പാട്ട് രചന ആരാണ് നിർവഹിച്ചത്? ഇത് അയ്യാറെന്ന് കിൽത്തൻ ദ്വീപിലെ ഇർഫാൻ റുഫായ് എന്ന് പറയുന്നത്. അയാൾ നല്ല ഒരു സൂഫി ലിറിക്സറാണ്. കിൽത്തൻ ദ്വീപിൽ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച അബുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു.